ഹലോ നമസ്കാരം. കിഡ്സ് ആക്ടിവിറ്റി വേൾഡ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റികളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആക്ടിവിറ്റികൾ ASD, ADHD അതുപോലെ ഡെവലപ്മെൻറ്റ് ഡിലേയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആദ്യത്തെ ആക്ടിവിറ്റി, ഒരു വൈറ്റ് പേപ്പർ എടുക്കാം. അതിൽ ഇതുപോലെ ഒരു വര വരയ്ക്കുക. വര വരച്ചിട്ട് ഇതെന്ന് പറയുന്നത് ഒരു പോംപോം ബോൾ എന്നാണ് ഇത് പറയുന്നത്. ഇത് ഓൺലൈനിലും അതുപോലെ കടകളിലൊക്കെ കിട്ടും. അതില്ലെങ്കിൽ ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള കല്ലുകളുണ്ടല്ലോ, ഈ അക്വേറിയത്തിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ കല്ലുകളുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളെ കൊണ്ടെടുത്ത് ഈ ലൈനിൽ കൂടെ എടുത്ത് വയ്ക്കാൻ പറയുക. ഇങ്ങനെ കുഞ്ഞുങ്ങൾ എടുത്ത് വയ്ക്കാൻ മടിക്കും. നമ്മൾ അവരുടെ കൈ പിടിച്ച് തന്നെ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല. കുറച്ച് ദിവസം നമ്മളിതിനു വേണ്ടി പിറകെ കൂടേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വയ്ക്കേണ്ടത്? കല്ലുകളാണെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെ കല്ലുകൾ ഇതുപോലെ. അപ്പോൾ ആ കുട്ടികൾ ഈ ലൈനിൽ നോക്കി അതുപോലെ ഇങ്ങനെ വയ്ക്കാം. ഇതുപോലെ കല്ലുകൾ വെച്ചും കുഞ്ഞുങ്ങളെ ഇതുപോലെ ലൈനിൽ കൂടെ വയ്ക്കാൻ പറഞ്ഞു കൊടുക്കണം. ഇതുപോലെ കല്ലുകൾ ഇതുപോലെ ലൈനിലൂടെ വയ്ക്കാൻ പഠിക്കണം. ആദ്യം ഇതുപോലത്തെ ചെറിയൊരു ബോട്ടിലെടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലത്തെ ബബിൾസിന് ഇതിനകത്ത് ഇടാൻ പറയുക. ഇതുപോലെ ഇടാൻ പറയുക. ഇട്ടേ മോനെ. കല്ലുകൾ കൊണ്ട് ഇടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്യും. ചെറിയ ഹോളിലൂടെ ഇടുമ്പോൾ അത്രയും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. കോൺസെൻട്രേഷനും അറ്റൻഷനും ഫോക്കസൊക്കെ ഇത് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇനി അടുത്ത ആക്ടിവിറ്റി ഇതുപോലെ ബിൽഡിംഗ് കപ്പുകളാണ് കേട്ടോ. അപ്പം ഇത് ചെറുതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത്, ആ ഒരു കോൺസെപ്റ്റ് കുട്ടികളെ കൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ എടുത്ത് വെച്ചേ, മോനെ എടുത്ത് വെച്ചേ, വലുതെടുത്തേ, അതിൻ്റെ പുറത്ത് വെച്ചേ. അങ്ങനെ വലുതും ചെറുതും ആ ഒരു കോൺസെപ്റ്റ് കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ബിൽഡിംഗ് ബ്ലോക്ക് അതിലൂടെ ഈ ബാലൻസിങ്ങും അവർ വീഴാത്ത രീതിയിൽ ഫോക്കസ് ചെയ്ത് വയ്ക്കാനൊക്കെ ഇത് സഹായിക്കും ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട്. പിന്നെ ഈ കപ്പ് കൊണ്ട് തന്നെ നമുക്ക് പല ആക്ടിവിറ്റികളും ചെയ്യാം. കളർ നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. കളർ മാച്ചിങ്ങും അങ്ങനെയെല്ലാം ഇതിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിലൂടെ അവർക്ക് ഇത് എങ്ങനെ വലുത് അകത്ത് വയ്ക്കണം, ചെറുത്, അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടാകുന്നു. ചെറുതിന്ന് വലുതിന്ന് ചെറുതിലോട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കത് ആ കോൺസെപ്റ്റ് മനസ്സിലാവുന്നു. പിന്നെ വലുതും ചെറുതും പഠിപ്പിക്കാൻ നമ്മൾ ഇത് ചെറിയ കപ്പ്, ഇത് വലിയ കപ്പ്. അപ്പം ഇതിൽ വലുതേത് ചെറുതേതെന്ന് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത ആക്ടിവിറ്റി ഇതുപോലെ തന്നെ ഈ കപ്പ് വെച്ച് തന്നെ, ഈ കപ്പും ഈ പോംപോം ബോൾ വെച്ച് തന്നെ ആക്ടിവിറ്റി ചെയ്യാം. കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം ഈ വൈറ്റ് കളർഫുൾ ആയതുകൊണ്ട് വൈറ്റ് പോംപോം ബോൾ വൈറ്റ് കളർ ഏത് ഇതിലിടണോ അതിലിടണം. അതുപോലെ യെല്ലോ, അങ്ങനെ കുഞ്ഞുങ്ങളെ ഏത് കളറിൽ ഏത് ബോൾ ഇടണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ കുട്ടികൾ അതുപോലെ ചെയ്യും. അതുപോലെ കളർ നല്ല തറവാവുകയും ചെയ്യും. ഇതിൽ റെഡ് കളർ ഏത് അത് അങ്ങനെ കുട്ടികളത് ആ കളർ ഐഡൻറ്റിഫിക്കേഷൻ എളുപ്പം പഠിച്ചെടുക്കാൻ സാധിക്കും ഈ ആക്ടിവിറ്റിയിലൂടെ. അങ്ങനെ എല്ലാ കളറും ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്
ഇതുപോലെ ചെറിയ ചെറിയ ഈർക്കിലോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളിയുടെ ചെറിയ ഭാഗമോ അങ്ങനെ എന്തെങ്കിലും സംഭവം എടുക്കുക. ഇതുപോലെ ചെറിയ ഹോളുള്ള ഒരു ഡബ്ബ എടുക്കുക. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് ഈ ചെറിയ ഹോളിലോട്ട് ഇടാൻ വേണ്ടി പറയുക. എന്നിട്ട് കുഞ്ഞ് അത്രയും ആ ചെറിയ ഹോള് നോക്കി അങ്ങനെ ചെറിയ ഹോളിൽ കൂടെ ഇടുന്നതോടെ അവരുടെ അറ്റൻഷനും ഫോക്കസും ഒക്കെ നന്നായി ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ ആക്ടിവിറ്റികളെല്ലാം കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കണം. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോയാലും നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ ഓരോന്ന് ആക്ടിവിറ്റി ചെയ്യിക്കുന്നത് കുട്ടികൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ആവാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പം ഇനിയും നല്ല നല്ല ആക്ടിവിറ്റികളുമായി ഞാൻ അടുത്ത വീഡിയോയിലോട്ട് വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ആക്ടിവിറ്റിയുമായി അടുത്ത വീഡിയോയിലോട്ട് കാണാം. നന്ദി, നമസ്കാരം.